പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ നിയമസഭയിൽ കൈക്കൂലി ആരോപണവുമായി പി.വി. അൻവർ എം.എൽ.എ. സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ ബംഗളൂരുവിലെ ഐ.ടി. കമ്പനിയിൽ നിന്ന് വി.ഡി. സതീശൻ 150 കോടി കൈപ്പറ്റി. ആരോപണത്തെ പരിഹസിച്ച സതീശൻ ഇത് സഭയിൽ ഉന്നയിക്കാൻ അനുവദിച്ച മുഖ്യമന്ത്രിയോട് സഹതാപം തോന്നുന്നുവെന്ന് മറുപടി നൽകി. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ നന്ദിപ്രമേയ ചർച്ചയിലായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ പി.വി. അൻവറിന്റെ കൈക്കൂലി ആരോപണം. സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാതിരിക്കാൻ ബംഗളൂരുവിലെ ഐ.ടി. കമ്പനി ലോബിയിൽ നിന്നും 150 കോടി വാങ്ങിയെന്നും ഇത് മത്സ്യം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ശീതീകരിച്ച വാഹനത്തിൽ തൃശൂരിലെത്തിച്ചെന്നും തിരികെ വീണ്ടും ബംഗളൂരുവിൽ നിക്ഷേപിച്ചെന്നുമായിരുന്നു പി.വി. അൻവറിന്റെ ആരോപണം. ബാംഗ്ലൂരിൽ നിന്നും ഫ്രോസൺ ചെയ്ത മത്സ്യം കൊണ്ടുവരുന്ന 20 ഫീറ്റ് കണ്ടെയ്നർ ലോറിയിൽ 50 കോടി രൂപ വീതം 3 ഘട്ടങ്ങളിലായാണ് പണം തൃശൂർ ചാവക്കാടിനടുത്തുള്ള ചേറ്റുവക്കടപ്പുറത്തെത്തിച്ചത്. അവിടെ നിന്നും 2 ആംബുലൻസുകളായി വി.ഡി. സതീശന്റെ കൂട്ടാളികളുടെ കയ്യിൽ ഈ പണം എത്തുകയും 2021 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച 150 കോടി വന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് എനിക്കറിയില്ല. എനിക്കറിയുന്ന കുറച്ച് കോൺഗ്രസ് മത്സരിച്ച സ്ഥാനാർത്ഥി സുഹൃത്തുക്കളോട് ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചു, നിങ്ങൾക്കൊക്കെ ഇലക്ഷൻ ഫണ്ട് എന്താ കിട്ടിയത്? ഫണ്ട് വരും, നിങ്ങൾ മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. എന്നാൽ പി.വി. അൻവറിന്റെ ആരോപണത്തെ പരിഹസിച്ച വി.ഡി. സതീശൻ വിഷയം സഭയിൽ അനുവദിക്കാൻ അനുമതി നൽകിയ മുഖ്യമന്ത്രിയോട് സഹതാപം തോന്നുന്നതായും മറുപടി നൽകി. സാർ, ഞാൻ ചിരിക്കണോ അല്ലെ നിങ്ങളെ ഓർത്ത് കരയണോ? നിങ്ങളുടെ ഗതികേട് ഓർത്തിട്ട് കരയണോ? ഞാൻ ഈ പറഞ്ഞ ആളെ കുറിച്ച് ഒന്നും പറയുന്നില്ല, കാരണം ഞാൻ ഇതിൽ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷേ അങ്ങ് ഈ സഭാ നേതാവല്ലേ, CPM-ന്റെ പാർട്ടിയുടെ ലീഡറല്ലേ, നിങ്ങൾ ഇത് കണ്ടിട്ട് ഇത് നിയമസഭയിൽ അനുവദിക്കാൻ നിങ്ങൾ അനുവാദം കൊടുത്തതിനെ കുറിച്ചാണ് എനിക്ക് സങ്കടം. ഐ ഫീൽ സിമ്പതി ടു യു. നിങ്ങളോട് എനിക്ക് സഹതാപം തോന്നുന്നു. പി.വി. അൻവറിന്റെ ആരോപണത്തിലെ മോശം പരാമർശങ്ങൾ സഭാരേഖകളിൽ ഉണ്ടാകില്ലെന്ന് സ്പീക്കർ അറിയിച്ചു. ആരോപണം അന്വേഷിക്കണമെന്ന് മുൻ മന്ത്രി ടി.പി. രാമകൃഷ്ണൻ സഭയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ആരോപണത്തിന് ഭരണപക്ഷത്തു നിന്ന് വേണ്ട പിന്തുണ പി.വി. അൻവറിന് ലഭിച്ചില്ല. വി.ഡി. സതീശന്റെ മറുപടിയോടെ പ്രതിപക്ഷവും ആരോപണത്തെ അവഗണിച്ചു. ജനം, തിരുവനന്തപുരം.